നിങ്ങളുടെ സ്ക്രീൻ ഇണങ്ങാനില്ല. ഗുഡ് ഈവനിങ്. നമ്മൾ ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. അറേഞ്ച്മെന്റ് ആണ്. അറേഞ്ച്മെന്റിൽ എപ്പോഴും ഓർഡർ ഇമ്പോർട്ടന്റ് ആണല്ലോ. കോമ്പിനേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? സെലക്ഷൻ ആണ്. അപ്പൊ അവിടെ ഓർഡർ ഇമ്പോർട്ടന്റ് അല്ല. നമുക്ക് ഇപ്പൊ നിങ്ങൾ 1 2 3 4 4 പേരുണ്ട് നിങ്ങളുടെ. അതിൽ 2 പേരെ സെലക്ട് ചെയ്യണം. 4 പേരില് 2 പേരെ സെലക്ട് ചെയ്യണം. അപ്പൊ ആദ്യം ഞാൻ ജ്യോതിഷിനെ സെലക്ട് ചെയ്ത് വിവേകിനെ സെലക്ട് ചെയ്താലും 2 പേരെ സെലക്ട് ചെയ്ത്. അപ്പൊ നിങ്ങൾ ആദ്യം ആരെ സെലക്ട് ചെയ്തെന്നുള്ളതിന്റെ ഓർഡർ എന്തല്ല, ഇമ്പോർട്ടന്റ് അല്ല. അപ്പൊ ഏത് വാല്യൂ ആയിരിക്കും കൂടുതൽ? കോമ്പിനേഷന്റെ വാല്യൂ ആയിരിക്കും പെർമുട്ടേഷന്റെ വാല്യൂ ആയിരിക്കും കൂടുതൽ? എന്നാൽ പെർമുട്ടേഷൻ ഇക്വേഷൻ NC R ന്റെ ഇക്വേഷൻ എന്താ? n factorial by n minus r factorial. n factorial by r factorial into NC R ന്റെ കോമ്പിനേഷൻ ആണ് ചോദിക്കണം. കോമ്പിനേഷൻ അപ്പൊ n factorial by n into n minus r. അത് കേൾക്കാൻ പറഞ്ഞാൽ n factorial by n into n minus r. n factorial by r factorial into n minus r. ഒരെണ്ണം തിന്നുള്ളൂ. അപ്പൊ അതിന്റെ കുറച്ച് പ്രോബ്ലംസ് ഞങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തു. ഇനി അടുത്തത് ക്വസ്റ്റ്യൻ എടുക്കണം. നോ റിസ്ക്. ഞാൻ എടുക്കണം. 2n c3 raised to nc3 equal to 12 raised to 1. ക്വസ്റ്റ്യൻ എടുക്കണം. അല്ലെങ്കിൽ 2 into NC3 ആണ്. 2n c3 ഇങ്ങനെ ഫോൾഡ് സഫിക്സ് ആയിട്ടാണ് ഇങ്ങനെയല്ല എഴുതാറുള്ളത്. NC2 ഇങ്ങനെയല്ല എഴുതണം. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇതിന്റെ അകത്ത് ഡിറ്റർമൈൻ n കേട്ടോ. ഡിറ്റർമൈൻ അപ്പൊ അത് ഡെഫിനിഷൻ വെച്ചിട്ട് ഇത് നമുക്ക് എങ്ങനെ എഴുതാം? 4/3 നമുക്ക് എങ്ങനെ എഴുതാം? 4/3 എഴുതാമല്ലോ. അപ്പൊ ഇതിനെ നമ്മൾ എങ്ങനെ എഴുതാം? C3 by NC3 equal to 12/1. ഇതിന്റെ ഡെഫിനിഷൻ അപ്ലൈ ചെയ്യാം. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. അത് ഒരിതല്ലേ? 2n പറഞ്ഞൊരു ടൈം ആണോ? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഏതാ പോലെ? ക്രോസ് മൾട്ടിപ്ലൈ 12/1 എന്ന് പറയുമ്പോൾ മണ്ണല്ലേ? അല്ല ഇങ്ങനെ ചെയ്തു പോകാൻ എക്സ്പാൻഡ് ചെയ്യാം. ഇവിടെ നോക്കിക്കേ 2n c3 നമുക്ക് എങ്ങനെ എഴുതാം? ഡെഫിനിഷനിലോട്ട് അപ്ലൈ. എന്താണ്? n factorial by n minus r factorial into r factorial into n minus r. അപ്പോൾ ഇതിലോട്ട് നേരെ അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? 2n factorial by n എന്താ? 3 factorial into 2n minus 3 factorial. അടിയിലത്തെ ഡെഫിനിഷൻ അങ്ങനെ എഴുതാം കേട്ടോ. അടിയിലത്തെ കാര്യം മൈനസ് n factorial by 3 factorial into n minus 3 is equal to 12/1. 3 കൊണ്ടിയാലേ പറ്റുന്നത്. അയ്യടാ ഇനി അടുത്ത ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നോക്കിക്കേ, ഈ 2n ഫാക്ടറിയൽ നമുക്ക് എങ്ങനെ എഴുതാം? 2n into 2n minus 1 into 2n minus 2 into 2n minus 3 എഴുതാം. പറ്റില്ലേ? അതായത് നമ്മൾ 4 ഫാക്ടറിയൽ നമ്മൾ എങ്ങനെ എഴുതാറുള്ളത്? 3 into 4 into 3 into 2 into 1 അല്ല 2 ഇങ്ങനെ എഴുതാലോ. വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം. 4 into 3 ഫാക്ടറിയൽ എന്ന് എഴുതാം. അപ്പൊ ആ രീതിയിൽ ഇതിനെ 2n minus 3 വരെ വരുന്ന രീതിയിൽ
into 2n minus 1 into 2n minus 2 into 2n minus 3 factorial എന്ന് എഴുതി. അതെങ്ങനെ എഴുതി വെച്ചാൽ അപ്പം എനിക്ക് ഇത് അടിയിലത്തെ സാധനം കൂടി കട്ട് ചെയ്ത് കളയാം. മനസ്സിലായോ? നോക്കിക്കേ 4 factorial ഞാൻ എങ്ങനെ അടിയിലൊരു 3 factorial ഉണ്ട് വിചാരിച്ചു. അപ്പൊ ഞാൻ ഈ 4 factorial 4 into 3 factorial എഴുതി. അപ്പൊ ഈ 3 factorial അതുപോലത്തെ രീതിയിൽ ഞാൻ എഴുതി. ഇല്ല പഠിപ്പിക്കും അതുപോലെ തന്നെ അടിയിൽ ചെയ്ത അടിയിൽ സാധനം പോലെ തന്നെ ചെയ്തേ. n factorial നമുക്ക് എങ്ങനെ എഴുതാം? n minus 1 into n into n minus 1 into n minus 2 into n minus 3. ഇതുപോലെ തന്നെ അടിയിലത്തെ സാധനം ചെയ്തേ. അതിന് 3 factorial എന്താണെന്ന് എഴുതുന്നത്? അടിയിൽ 3 factorial എന്നാണ്. അടിയിൽ 3 factorial ആവൂല. അടിയിൽ 2 factorial ചെയ്ത അടിയിലത്തെ എടാ മിണ്ടാണ്ട് തരാടാ. അതെന്താ ഇവിടെ തൂവാടാ കട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. മനസ്സിലായോ? ഇത് തൂവാട്ടോ. അപ്പൊ 3 factorial കട്ട് ചെയ്യാൻ പറ്റില്ല. അത് അടിയിലത്തില്ല. അത് മാത്രമേ ഇത് ഇവിടെ മാത്രമല്ലേ പോകുന്നത്. ഇവിടെ ചൂവാണ് മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. അണ്ടർസ്റ്റാൻഡിംഗ് എബിലിറ്റി ഇനി അടുത്ത 3 factorial നിങ്ങൾ ഇവിടെ അടിക്കണം. 3 factorial 1 into 2 into 3 എഴുതുക. ഇവിടെ അടിയിൽ 2 factorial ആട്ടോ വരുള്ളൂ. അത് മോളിൽ എഴുതണേ. ഈ 1 ഉം 2 ഒക്കെ കട്ട് ചെയ്ത് കളയാം. ഈ 1 ഉം 2 ഉം കട്ട് ചെയ്യാം.
20 avocado ഫോറൻ ഈ ടു ഇവിടെ ടു ആണ് കൊടുത്തിട്ടുണ്ട്. വേറെ എന്താണ് ടു? മൾട്ടിപ്പിൾ ആയിട്ടല്ല കിടക്കണം. അതിന് ഇത് കോമൺ ആയിട്ട് കൊടുത്തിട്ടുണ്ട് ആവശ്യം. അതൊരുമിച്ച് തന്നെയാണ് ഫോറിന്. ഇവിടുന്ന് ടു കൊടുത്തെടുത്തിട്ട് ഞാൻ ഫോറിൻ ഈ ഏറ്റവും വലിയ കട്ടാക്കി കളയട്ടെ. മനസ്സിലായ? രണ്ടും ഒരുമിച്ച് ചെയ്യുന്നതാണ് ഞാൻ ഫോറിന്. ഇനി എന്ത് കട്ടാക്കി ഇവിടുന്ന് ടു കൊടുത്തെടുത്തിയാ കട്ട് ചെയ്ത് കളയാ. ഇവിടെ മനസ്സിലില്ലേ എല്ലാ ടൂറും കോമൺ മൈനസ് ടു ആണ് അത്. ഇതിന് കോമൺ ടു എടുത്ത് കൊടുക്കാം. അപ്പൊ n മൈനസ് 1 ആയി. n മൈനസ് 1 ആണ് ഇവിടെ. ഒന്നും കൂടെ ഇതാണോ? എടാ ഇവിടെ ഞാൻ 2 കൊടുത്തോട്ട്. അപ്പൊ ബാക്കി എന്താ n മൈനസ് 1. എടുത്ത വണ്ണല്ലേ എടാ ഇത് കൊടുത്തിരിക്കുന്നത് കോമൺ. അപ്പൊ n മൈനസ് 1. അപ്പൊ നേരത്തെ എടുത്തോടെ അപ്പുറത്ത് -1 ഇവിടെ നീ എന്തെടുക്കുമോ? 2 എടുക്കോ? അപ്പൊ എന്താവും ഇവിടെ എന്താവും? അതെങ്ങനെ? 2 കൊടുത്തിട്ട് 2 × എടാ 2n മൈനസ് 1 ആണ്. അവിടെ എങ്ങനെ നമ്മൾ എടുത്തെടുക്കും? 2n മൈനസ് 2 ആണെങ്കിൽ 2 കൊടുത്തെടുക്കാം. 2n മൈനസ് 1. Second button minimal. Relaxation. Neuron activation. അപ്പൊ 4 എങ്ങനെയാണ് ചെയ്തോ അടിയിലത്തെ ഒരു കാര്യം ചോദിക്കട്ടെ. നമ്മള് NC2 അല്ലേ എടുത്തത്? NC2 അല്ലേ? അപ്പൊ ഇവിടെ n മൈനസ് 2 വരുമോ? ഇല്ല, വരില്ല. ഡീറ്റെയിൽ വരില്ല. മനസ്സിലായോ? അല്ലടെ ഇതിൽ NC2 ആണല്ലോ. Oh my God, Jesus Christ. അതെന്തായിക്കോട്ടെ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ നിനക്ക് ഫോറിനും അത് 2n മൈനസ് ആണ്. ഞാൻ 2 വെച്ചത് ഫോറിനും 2n മൈനസ് 1 പിന്നെ n മൈനസ് 1 ഇൻറ്റു 1/n ഇൻറ്റു n മൈനസ് 1. n മൈനസ് 1 എടുത്ത് കട്ട് ചെയ്ത് n നെ ഇങ്ങനെ കട്ട് ചെയ്ത് അപ്പോൾ 4 ഇൻറ്റു 2 ശരിയാ. 8n ശരിയാ. എടാ ഇവിടെ ഉണ്ടല്ലോ, ശ്രദ്ധിച്ചേ. ഇവിടെ നമ്മൾ NC2 എടുത്തത്. അപ്പൊ ഈ ഒരു ടേം വരില്ല കേട്ടോ അവിടെ. അപ്പൊ ബാക്കി വരുന്നത് 4 ഇൻറ്റു 2n മൈനസ് 1/3 എന്ന് വരും. ഇത് ഈക്വൽ ടു 12. ഇതിന് നമുക്ക് എന്നെ കണ്ടുപിടിക്കാം. എന്നിട്ട് എന്താ കിട്ടാൻ നിങ്ങൾക്ക് എന്നെ അയ്യോ ബൈ 3 ഞാൻ മറന്നു. 4 ഇൻറ്റു 2n മൈനസ് 1 ഈക്വൽ ടു 12 ഇൻറ്റു 3. ഞാൻ 4 ആണ് ആൻസർ. 5. 36 plus 4 14 5 കിട്ടിയടാ. 4 അല്ല ഒന്നുകൂടി നെഗറ്റീവ്. അവന് കിട്ടിയത് 5 ഈ 32 32 എങ്ങനെ കിട്ടി? 12 into 3 അല്ലേ? 4
2n into 2n minus 1 അല്ലേ? അപ്പോൾ 4n square അല്ലേ? വയറാ 2n into 2n എന്താ? ആ ഇന്ന് വേണ്ടി കണ്ടെത്തി കളയാം. ആ, ഞാൻ അത് idea ഉണ്ടല്ലോ. അല്ല എനിക്ക് സ്ക്വയർ അങ്ങനെ വല്ല 2 അല്ലേ പുറത്തെടുത്തത്. മിസ് നേരത്തെ എന്ത് കട്ട് ചെയ്യണം? ഇപ്പൊ എന്തിനാ കട്ട് ചെയ്യുന്നത്? എടാ ഇവിടെ ഞാൻ 2 ആ പുറത്തെടുത്താ. ആ, അപ്പൊ അത് 2 ശരി. into 4 എന്താ 4n. 2 into 4 എന്താടാ? പക്ഷെ 2 into 4 ഇനി ഇതുപോലത്തെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അടിച്ചു പോകുന്ന ഷേപ്പ് മാത്രം കേട്ടോ മിസ്. ഒരു doubt ചോദിക്കട്ടെ. അപ്പുറത്ത് ഉള്ള 2n താഴത്തെ എന്നിട്ട് ആദ്യം തന്നെ കട്ട് ചെയ്തെങ്കിൽ അപ്പൊ 4 എന്ന് തന്നെ വരില്ലേ? ആ അപ്പൊ 4 മതി. കിട്ടിയെന്നല്ലേ? മതി 4 ആണ് ലാസ്റ്റ് വന്നേക്കുന്നത്. ഓക്കേ 4 into മനസ്സിലായോ? ആദ്യമേ കട്ട് ചെയ്യാം ആദ്യമേ കട്ട് ചെയ്യാം. ഒരു കുഴപ്പമില്ല. എനിക്ക് ഫൈനൽ ആൻസർ കിട്ടിയാൽ മതി. ഇതൊരു 4 വരും. എടാ ഇത് ഇത് എനിക്ക് കുഴപ്പമൊന്നുമില്ല. ADHD ഞാൻ ഫൈനൽ ചെയ്യാം. AIDS ആയിരിക്കും. ADHD 2n into It's an ADHD. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്തേടാ. ഇതുപോലെ തന്നെ 2n C3 equal to NC3 equal to 11 അതന്നെ കഴിഞ്ഞ അതിന്റെ ഉറക്കം ആര് ഞാൻ എന്താ ഉറങ്ങി? കണ്ണൂർ ഞാൻ നോക്കണേ മിസ് മനസ്സിലായടാ. അടുത്ത ക്വസ്റ്റ്യൻ തന്നെ ചെയ്യട്ടാ. Same ആണോ? ഫേമസ് ആളാ. ക്വസ്റ്റ്യൻ കറക്റ്റ് ആണോ മിസ്? Same ഒക്കെ തന്നെയാ. ടെക്സ്റ്റ് നോക്കി ക്വസ്റ്റ്യൻ കറക്റ്റ് ചെറിയ മാറ്റം ഉണ്ടെന്നേ ഉള്ളൂ. അല്ലല്ല. Same question ആണോ? അതാണ് ചോദിക്കണേ. ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്ത് പഠിക്കട്ടെ എന്തായാലും തെറ്റിലൂടെ പഠിക്കണം. കഴിഞ്ഞ ആൻസർ വാദമൊന്ന് വിളിച്ച് പറയണം. തന്നെയാണോ? രണ്ടും same തന്നെയാണോ? രണ്ടും same തന്നെയാ. ഈ ഷോപ്പിൽ തന്നോ? എന്റെ സിദ്ധിയാണ്. Six. ഞാൻ പറഞ്ഞാൽ മലയാളത്തിൽ ഓ വാവണ്ട വിളിച്ചോ. എന്നല്ല സിക്സ് കിട്ടിയതെന്നാ പിന്നെന്താ എന്നല്ല സ്മോൾ ഇല്ല. അവന്റെ ഭാഗത്തിനെക്കാട്ടി കളഞ്ഞ എന്താ നിനക്ക് ഭാവി ഇല്ലേ പറയാൻ വേണ്ടിയിട്ടാണ്. ഇല്ലടാ ടൈം ട്രാവലർക്ക് ഭാവിയില്ല. സെൻസർ തന്നെയാണോ? കഴിഞ്ഞാലോ ലാസ്റ്റ്
theory, ഡിലീറ്റഡ് ആയിട്ടുണ്ടോ ചാപ്റ്റർ? മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ പ്രിൻസിപ്പിൾ ഓഫ് അത് ഡിലീറ്റഡ് അല്ലേ? പെർമുട്ടേഷൻ ബൈനോം സീക്വൻസ് ആൻഡ് സീരീസ് സ്ട്രേറ്റ് ലൈൻസ് കോണിക് സെക്ഷൻ ഡൈമെൻഷണൽ ജോമെട്രി ലിമിറ്റ്സ് ഡെറിവേറ്റീവ് ഉണ്ടാവും മാത്തമാറ്റിക്കൽ റീസണിംഗ് മാത്തമാറ്റിക്കൽ റീസണിംഗ് ഇല്ലേ മാത്തമാറ്റിക്കൽ റീസണിംഗ് സ്റ്റാറ്റിക് ടെക്സ്റ്റ് ബുക്ക് ഇൻഡെക്സിൽ ടെക്സ്റ്റ് ബുക്കിനകത്തല്ല അതിലോട്ട് കഴിഞ്ഞ മാനസൻ എടാ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്തേ കഴിഞ്ഞ വിവേകിന് കിട്ടിയില്ലേ? ഇതെന്താ? അവൻ ചെയ്യട്ടെ. എടാ അടുത്ത ക്വസ്റ്റ്യൻ എഴുതിക്കേ. കഴിഞ്ഞ മാനസേ എടാ നിങ്ങൾ അടുത്ത ക്വസ്റ്റ്യൻ എഴുതിക്കേ. How many chords can be drawn through 21 points on a circle? How many points? How many chords can be drawn through 21 points on a circle? മറ്റേ ക്ലാസ് ചെയ്യാം അവിടെ കേട്ടോ. അറിയാലോ ചെയ്യേണ്ടത്. അപ്പൊ നോക്കിക്കടാ, നമുക്ക് സർക്കിളില് അത് ചെയ്ത് കഴിയുന്നതിനോട് കാണിച്ച സ്ഥലം വിടും. സമയം കിട്ടുന്ന സമയം തരാനല്ല. അത് തന്നെ ഒന്നും ഇല്ലെന്ന് സാർ. നോക്കിക്കേ, നമുക്ക് 20 ഒരു സർക്കിളിൽ 21 പോയിന്റ് ഉണ്ട്. ശ്രദ്ധിച്ചേടാ. 1 2 3 4 അങ്ങനെ 21 പോയിന്റ്സ് ഉണ്ട്. കോഡ് വരയ്ക്കണമെങ്കിൽ എത്ര പോയിന്റ് വേണം? അപ്പൊ 2 പോയിന്റ് ഉണ്ടെങ്കിൽ കോഡ് വരയ്ക്കാം. അപ്പൊ 21 പോയിന്റ്സ് ഉണ്ടെങ്കിൽ ടോട്ടൽ എത്ര കോഡ് വരയ്ക്കാൻ പറ്റുന്ന ചോദിച്ചാൽ 21 C2. ആൻസർ 21 C2. കേട്ടോ? 21 C2 ആൻസർ നോട്ട് ചെയ്യാം. അത് കഴിഞ്ഞ ഒരു എക്സാമ്പിൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്ത ടെക്സ്റ്റിലുണ്ടത് ചെയ്തിട്ട് കാണിച്ചാൽ മതി. അടുത്ത ക്വസ്റ്റ്യൻ അത് കാണിക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ഏതാ നിന്റെ ടെക്സ്റ്റ് കിട്ടിയാ? നിനക്ക് ടെക്സ്റ്റിനെ എടുത്ത ടെക്സ്റ്റ് മാനസിടോ നേരത്തെ ഫസ്റ്റ് ബെഞ്ചിൽ മനസ്സേ In how many ways can a team of 3 boys and 3 girls can be selected from 5 boys and 4 girls? Question number 4. 5 boys and In how many ways a team of 3 boys and 3 girls can be selected from 5 boys and 4 girls? വേറെ ഇതുണ്ടാകും. വേറെ വല്ല മിസ്റ്റേക്കാണോ? In how many ways can a team of 3 boys ചെയ്തവരെ കാണിച്ചാൽ മതി. അതല്ലേ എന്ന് ചോദിക്കാം. In how many ways can a team of 3 boys and 3 girls be selected from 5 boys and 4 girls? അപ്പൊ രണ്ടുപേരും ഒരുമിച്ച് സെലക്ട് ചെയ്യാനോട് നടുക്കത്തെ എന്തായാലും ഇഞ്ചു ആയി.
4 girls ഉള്ള അവിടെ. 4 girls in our 5C3 into 4C3. ഈ 4C3 യുടെ ഒക്കെ വാല്യൂ എന്താടാ? 5C4 ന്റെ വാല്യൂ അയ്യോ 5/2 ആണ്. 5/2. 4C3 യുടെ വാല്യൂ എന്താ? 1 ആണ്. 4 ആണ് കേട്ടോ. ഇതിന്റെ വാല്യൂ ഇവിടെ 4 ഇന്നലെ വരുന്ന കുറവാണ്. അതിന്റെ വാല്യൂ 4. ഇതിന്റെ മുകളിലെ വാല്യൂ 4 ആയിരുന്നു. ഈ 5C3 യുടെ വാല്യൂ മാത്രം കണ്ടെത്താം. 5C3 എത്രയായിരുന്നു? വേണ്ട അല്ല ഇത് അന്തസ്സോടുകൂടിയ പറയണൊക്കെ Andas. What is antages? Or അല്ലല്ല സുധീഷ് എന്ന് പറയും. നാളെ എൻ്റെ അച്ഛൻ എണ്ണല്ല എണ്ണല്ല മൈക്കിൾ ജാക്സൺ 5C3 യുടെ വാല്യൂ 5/4/1/2 കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കിട്ടും. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്തേ 5/4/1/2 അതല്ലേ? 5/4/1/2 എങ്ങനെ 5/4/1/2 10. ഇൻറ്റു 4 കൂടെ ഉണ്ട്. ഇതിന്റെ 4 എന്ന് പറയുമ്പോൾ 40 ആവും. 40. ഇതൊക്കെ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഞാൻ നല്ല പറഞ്ഞു. എടാ അടുത്ത ക്വസ്റ്റ്യൻ എനിക്ക് ഫൈൻഡ് ദി നമ്പർ ഓഫ് വേ ഓഫ് സെലക്ടിംഗ് 9 balls from 6 red balls. Find the number of way of selecting 9 balls from 6 red balls, white balls from 5 white balls from 5 blue balls. അല്ല 5 white balls and 5 blue balls. If each selection consists of 3 balls of each color. 9 balls from 6 reds and 5 white. അങ്ങനെ പറയാം. Find the number of way of selecting 9 balls from 6 red balls, comma 5 red balls, 5 white balls and 5 blue balls. If each selection consists of 3 balls of each color. അപ്പോൾ ആദ്യത്തെ രണ്ടെണ്ണം 6 എണ്ണത്തിൽ നിന്ന് നമ്മൾ എത്ര സെലക്ട് ചെയ്യണം? 3. ടോട്ടലാണ് 9 ബോൾസ് സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഓരോന്നിന്റെ നമുക്ക് എത്ര എണ്ണം വേണം സെലക്ട് ചെയ്യണം? 3 വെച്ച് സെലക്ട് ചെയ്യണം. അപ്പോൾ ഓരോന്നിന്റെ കളർ വന്നിട്ടുണ്ട് 6 6 ഇൻറ്റു ഒരുമിച്ചല്ല സെലക്ട് ചെയ്യണം. പ്ലസ് ആണെങ്കിൽ സെപ്പറേറ്റ് ടോട്ടൽ കണ്ടിരിക്കണം. അതിലാണ് ഇത് കഴിഞ്ഞിട്ട് രണ്ടെണ്ണം ഇതിനകത്ത് ആൻസറിന്റെ ബസ് പറ്റിപ്പോ പിന്നെ അതനുസരിച്ച് നീ കാൽക്കുലേറ്റ് 6C3 into 5C3 എനിക്ക് ഫൈനൽ ആൻസർ കിട്ടിയാൽ മതി. കൊണ്ടോടാ ഞാൻ ഉറപ്പിച്ചു തരാം. എന്നാ
ശരി. ഇത് വേറെ സൈഡ് റേഞ്ച് ബ്രേക്ക് ആ ബ്രേക്ക് അല്ലെ 45 മിനിറ്റ് already broken. ബ്രോക്കൺ അല്ല ബ്രേക്ക് Break. ഇതൊക്കെ അല്ലേ അവിടെ ഇരിക്കുന്നുണ്ടോ മരുന്ന് കഴിക്കുന്നുണ്ടോ എല്ലാ ദിവസവും കഴിക്കണം അപ്പൊ എക്സാമിന് എടുക്കൊന്നും എന്ത് ചെയ്യണം കണ്ണി പോകും അതല്ല പരീക്ഷയ്ക്ക് പഠിക്കാനൊക്കെ എത്തുന്നോണ്ടാണ് പിന്നെ എടുക്കാം ആയുർവേദമോ വിവേക് കിട്ടിയാ അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 8 എന്നിട്ട് ഞാൻ പറയുന്ന ഡീറ്റെയിൽസ് എഴുതാൻ മതി. ക്വസ്റ്റ്യൻ നമ്പർ 8 ടെക്സ്റ്റ് ബുക്കിലുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. A bag contains 5 black balls and 6 red balls. അപ്പോൾ അതായത് 5 black balls and 6 red balls. Determine the number of ways in which 2 black and 3 red balls can be selected. 5 black 6 red. Determine the number of ways in which 2 black and 3 red balls can be selected. Black and 3 red balls എടാ can ടെക്സ്റ്റ് be ബുക്ക് ഇവിടെ selected. ഇരിക്കണല്ലേ ഇവിടെ ഇരിക്കണല്ലേ സെപ്പറേറ്റ് അല്ലല്ലോ എന്താ ഒരുമിച്ചാണോ ഒരുമിച്ചല്ലേ എടുക്കണം നമ്മള് അപ്പൊ എന്തായിരിക്കും അതേ ടൈം ഒരെണ്ണം ഒരുമിച്ചിട്ടല്ലേ എടുക്കണം വെള്ളം കുടിക്കട്ടെ. ഒരാളാകും അതാ ഞാൻ പറഞ്ഞത് ഇവിടെ ക്യാൻസൽ നമ്മളല്ലേ കിട്ടണ്ടേ ശരിയല്ലേ സേഫ്റ്റി ഏതാ ഞാൻ വെള്ളം കുടിക്കാൻ പറ്റും വരട്ടെ വെള്ളം കുടി വെള്ളം ഉണ്ടോ അവിടെ നീ ഇന്ന് വരായിരുന്നു എനിക്ക് വിവേകന്റെ കല്യാണം കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടായി. അത് എന്താ നാട്ടിലാണ് തുമ്മലൊക്കെ അവരുടെ പണി ഇതുവരെ കൊറേ ലീവ് ഉണ്ട് അങ്ങനെ ഭയങ്കര വൈറസ് ജോഷ് ആ ജോഷ് അവരൊക്കെ പോകുന്നത് വേറെ ഇവിടെ
ബയോളജി കൊണ്ട് പറ്റിയ സ്ഥലം ബയോളജി. അത് കഴിഞ്ഞ ആൾക്കാർ ലാസ്റ്റ് എക്സസൈസ് 6.4 ലാസ്റ്റ് അതൊന്ന് ടെക്സ്റ്റ് എടുത്ത് നോക്കിയിട്ട് ആലോചിച്ചിട്ടൊന്നും ചെയ്തിട്ടില്ല. ഞാൻ പറഞ്ഞു എന്നൊരു ടെക്സ്റ്റ് എടുത്തത് എനിക്കുണ്ടോ ടെക്സ്റ്റ്? ഇവിടെ How many ways a student choose a program of 5 courses? If 9 courses are available and 2 specific courses are compulsory courses. ചുമ്മാ കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടി എടുത്തല്ലേ. അപ്പൊ എന്താ 9 കോഴ്സ് ഒരു സ്റ്റുഡന്റിന് സെലക്ട് ചെയ്യണം. അതിൽ 3 കമ്പൽസറി ആണെന്നാ പറയുന്നത്. ലാസ്റ്റ് 9 കോഴ്സ് ഉണ്ട് മൊത്തത്തില് 3 കമ്പൽസറി. അപ്പൊ ബാക്കിയുള്ള നോക്കിയാൽ പോരെ? 3 അല്ലടാ. അവിടെ രണ്ടിടത്ത് എടാ choose a program available and courses are available and those specific courses are compulsory. അതെന്താ 5 കോഴ്സ് സ്റ്റുഡന്റിന് സെലക്ട് ചെയ്യണം. 9 ഉണ്ട് മൊത്തത്തിലാണ്. അതിൽ 2 കമ്പൽസറി ആണ്. അപ്പൊ എത്ര കോഴ്സ് സെലക്ട് ചെയ്യണം? ആർക്കും 2 കമ്പൽസറി ആണ്. ബാക്കി 3 സെലക്ട് ചെയ്താൽ പോരെ? ഒരു കൊച്ച് 5 എന്താണ് ഒരാള് 5 കോഴ്സ് എന്ത് ചെയ്യണം? സെലക്ട് ചെയ്യണം. മൊത്തം എത്ര കോഴ്സ് ഉണ്ട്? 9 ടോട്ടൽ. ഇതിൽ 2 കമ്പൽസറി ആണ്. ഇനി ബാക്കി എത്ര ചെയ്താൽ മതി? 3. ബാക്കി 9 ടോട്ടൽ എത്ര 2 കളഞ്ഞ് ബാക്കി എത്ര 7. അപ്പൊ എത്ര ബേസിൽ സെലക്ട് ചെയ്യാം? 7C 5 7 3 മനസ്സിലായോ? മനസ്സിൽ ഈ മാഗ്നത്തിന്റെ പറയുന്നൊക്കെ പോയി അവിടുത്തെ അറിയുന്നത് അത്ര കോഴ്സ് സെലക്ട് ചെയ്യാം. 7 ആകെ 9 കോഴ്സ് ഉള്ളൂ. അതിൽ 750 ടൈപ്പ് നമ്പർ ഓഫ് ഡേയ്സ് അല്ലേ? അപ്പൊ അത്ര രീതിയിൽ സെലക്ട് ചെയ്താൽ മതി. അത്ര രീതിയിൽ സെലക്ട് ചെയ്യാൻ പറ്റും. ആകെ 9 കോഴ്സ് അല്ല. കോഴ്സ് ഉണ്ട്, പക്ഷേ അറേഞ്ച്മെന്റ് അല്ലല്ലേ ഉണ്ടായിരുന്നു? സെലക്ഷൻ അല്ലേ? അറേഞ്ച് ചെയ്ത പോലെ കിട്ടില്ലല്ലോ അത്ര. എങ്ങനെ കിട്ടി നിനക്ക്? ആദ്യത്തെ 2 കോഴ്സ് 9C2 രണ്ടെണ്ണം പോയി. പക്ഷെ 9C2 അത് കഴിഞ്ഞ ആൾക്കാര് 7th ക്വസ്റ്റ്യൻ കയറി അതിൽ തന്നെ 7th ക്വസ്റ്റ്യൻ ആൻസർ വെച്ചിട്ടുണ്ട്. കുറച്ചൊന്ന് ആലോചിച്ചേ. In how many ways can one selector a cricket team of 11 from 17 players?
എന്താ എത്ര പേരെ സെലക്ട് ചെയ്യണം? 11 പേരെ സെലക്ട് ചെയ്യണം ടോട്ടൽ അല്ലേ? എത്ര പ്ലേയേഴ്സ് ഉണ്ട് ടോട്ടൽ? 17 പ്ലേയേഴ്സ് ഉണ്ട്. അതിൽ ആ 17 പ്ലേയേഴ്സിൽ 5 പ്ലേയേഴ്സ് ക്യാൻ ബോൾ. Each cricket team of 11 must include exactly 4 bowlers. I will see the bowlers. അപ്പോൾ 11 പ്ലേയേഴ്സിലെ 4 ബോളേഴ്സും ബാക്കി 7 എന്തെങ്കിലും ആവാം. മൊത്തം 11 പേരെ സെലക്ട് ചെയ്യണം. 4 മസ്റ്റായിട്ട് ബോളേഴ്സ് ആയിരിക്കും, ബാക്കിയുള്ളത് എന്തെങ്കിലും അതേഴ്സ് ആവാം. അപ്പോൾ ബോളേഴ്സ് ക്യാൻ ബി സെലക്ടഡ് ഇൻ ഹൗ മെനി പ്ലേയേഴ്സ്? ഓൾറെഡി ബോളേഴ്സിന്റെ എണ്ണമൊക്കെ പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ആൻസർ മാത്രം കിട്ടിയാൽ മതി. ഒന്ന് ആലോചിക്കട്ടെ. 11 പേര് ഉണ്ട്, അതിൽ 4 മസ്റ്റ് ബോളേഴ്സ് ആയിരുന്നു. 4 പേര് മസ്റ്റ് ബോളേഴ്സ് ആയിരുന്നു. അപ്പൊ ആകെ 5 ബോളേഴ്സ് ഉണ്ട്. ബോളേഴ്സിന്റെ സെലക്ഷൻ ആദ്യം 5 ബോളേഴ്സിന് 4 പേര് സെലക്ട് ചെയ്യും. അപ്പൊ എന്ത് 5 ബോളേഴ്സ് ഉണ്ട് അവിടെ. ആ 5 ബോളേഴ്സ് നമുക്ക് എത്ര പേരാണോ? 4 പേര്. അപ്പൊ ബോളേഴ്സിന് മാത്രം സെപ്പറേറ്റ് ആയിട്ട് 5C4 റേസിന് സെലക്ട് ചെയ്യാം. ഇൻറ്റു പിന്നെ ബാക്കിയുള്ള അതേഴ്സിന്റെ സെപ്പറേറ്റ് ചെയ്യാം. 12 വേണം. അപ്പൊ പിന്നെ ബാക്കിയുള്ള ആൾക്കാരെ ബാക്കി എത്ര പേര്? 17 കുറച്ച് 17 പ്ലേയേഴ്സിൽ 5 അല്ലേ ബോളേഴ്സ്? 12 ആണ്. 12 ബാക്കി എത്ര പേരുണ്ട്? 4 പേര് പോയി കഴിഞ്ഞാൽ എന്താ 3960. 3960 അപ്പൊ 5C4 into 12C11. 5C4 വാല്യൂ എത്ര? 12C7 എന്ന്
ചെറിയൊരു കിട്ടിയില്ലടാ രണ്ട് പൈസ ഫോറിന് വാല്യൂ 5 കൊടുക്കാം 5 into 12 into 11 into 10 into 9 into 8 by 1 into 2 into 3 into 4 into 5 കട്ട് ചെയ്തിട്ട് കളാം 5 കൊണ്ട് തന്നെ കട്ട് ചെയ്യാം 3 9 കട്ട് ചെയ്യാം 4 8 കട്ട് ചെയ്യാം എല്ലാം കട്ട് ചെയ്യാം അടിയിലെത്താം നാളെ നിങ്ങൾക്ക് എന്താ കെമിസ്ട്രി ഇതെല്ലാം സെക്ഷൻ ഞാൻ 8 തവണ എടുത്തു 440 എടുത്തു 12 പേര് 7 C7 ഉണ്ട് Christmas 27 or 7 numbers. അതിലെന്താ പറഞ്ഞേക്കണം നമ്മൾ എത്ര സെലക്ട് ചെയ്യുന്ന Players. 4 പോയാൽ 4 ബോളേഴ്സ് ഓൾറെഡി സെലക്ട് ചെയ്തല്ലോ അപ്പോൾ 11 മൈനസ് 4 11 മൈനസ് 4 11 ഇടാൻ മറന്നു 12 10 9 സബ് തെറ്റിപ്പോയി സാറേ
ടീച്ചർ അത്ര അങ്ങനെയൊക്കെയോ എടുത്തുന്ന ഓ നോ ഫൈൻ ഒരു ആംബുലൻസ് വിളിയടാ It's not the person who makes the ആശ to get the solution of a problem. You will have to understand. ഒന്നുകൂടി പറയാം. To find the solutions of a problem, you will have to understand the problem itself. If you can't solve, then become the problem. So you can cancel the problem. airplane, so he came here by boat. That's why he's ഇവിടെ കഴിഞ്ഞാൽ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് 6th ക്വസ്റ്റ്യൻ കുറച്ച് ബുദ്ധിയാണ് ഞാൻ ചെയ്യണം. നിനക്ക് എന്ത് ക്വസ്റ്റ്യൻ ഓ നിനക്ക് 15 അവിടെ 5 ആണ് 6th ക്വസ്റ്റ്യൻ ആ നിനക്ക് വേണ്ടി പിന്നെ ഞാൻ കട്ട് ചെയ്തിട്ടേ എല്ലാം ഞാൻ കട്ട് ചെയ്തു 5 ആയിട്ട് ഞാൻ കട്ട് ചെയ്തു ഞാൻ കട്ടിങ് മാർക്കും 5 എഴുതാൻ അപ്പോഴത്തെ കഴിഞ്ഞു 4 ഞാൻ ആദ്യം 2 എഴുതി കട്ട് ചെയ്തു പിന്നെ 4 നിങ്ങൾ എഴുതും കട്ട് ചെയ്തേ ആ 4 2 അപ്പോൾ 4 അല്ലേ വരുന്നത് മാറിപ്പോയി 4 എഴുതി അപ്പോൾ 2 വരുമ്പോൾ 2 6 ഉണ്ട് ആദ്യം 3 6 6 3 കട്ട് ചെയ്യുമ്പോൾ എനിക്ക് ഇവിടെ 2 കിട്ടും അപ്പോൾ 2 ഇൻറ്റു 11 ഇൻറ്റു 10 ഇൻറ്റു 2 4 ഇൻറ്റു 11 ഇൻറ്റു 10 44 ഇൻറ്റു 10 ഏത് ക്വസ്റ്റ്യൻ ഏത് ഫുള്ളോ 6th ക്വസ്റ്റ്യൻ കാർഡ് എന്തായാലും പറയാം 5 കാർഡ് നമുക്ക് സെലക്ട് ചെയ്യണം ഔട്ട് ഓഫ് ഡെക്ക് ഓഫ് 52 കാർഡ്സ് 52 കാർഡ്സ് 5 എണ്ണം സെലക്ട് ചെയ്യണം അതിൽ there is exactly one ace in each combination ഒരെണ്ണം എന്തായിരിക്കണം ace ആയിരിക്കണം മൊത്തം എത്ര ace ഉണ്ട് ഒരു ഡെക്ക് ഓഫ് കാർഡിൽ 4 അപ്പോൾ അത് ഒരെണ്ണം ace ആവാനുള്ള പ്രോബബിലിറ്റി 4c വലിയ നമ്പർ ആയിട്ടാണ്. ആ വലിയ നമ്പർ മനസ്സിലായോ 5 കാർഡ് എടുക്കണം നമുക്ക് ഒരു ഡെക്ക് ഓഫ് കാർഡിൽ അതിൽ ഒരെണ്ണം ace ആവാനുള്ള പ്രോബബിലിറ്റി ചോദിച്ചേക്കണം ചാൻസ് ചോദിച്ചേക്കണം 4c1 ഇൻറ്റു ബാക്കിയുള്ള കാർഡിൽ ഉണ്ട് ബാക്കി 4 കാർഡിന്റെ പ്രോബബിലിറ്റി ചാൻസ് നോക്കണം 48 by 48c 48c4 ഇൻറ്റു നാളെ പറ്റുന്നത് കിട്ടിയാ എന്താണ് അവരുടെ പറയണത് ശരിയാവുന്നത് വളരെ ഭയങ്കര ബുദ്ധിയായിരുന്നു ആയിരുന്നു. പക്ഷെ എനിക്ക് ഇടയ്ക്ക് വെച്ച് എഴുതിയിട്ടല്ല അതെങ്ങനെ എനിക്ക് മനസ്സിലായില്ല ചെയ്യല്ല ബ്രെയിനിൽ എന്താണ് അസുഖം ബ്രെയിനിൽ എന്താ ബ്രെയിനിൽ അവർക്ക് ഫംഗസ് അവനാണ് പറഞ്ഞ സൗണ്ട് എനിക്ക് ബ്രെയിനിൽ ബ്രെയിൻ ഉണ്ടായി. രണ്ട് ബ്രെയിൻ ഉണ്ടാവും എല്ലാവർക്കും ഉണ്ടാവും. ഞാൻ രണ്ടും ഉപയോഗിക്കാറുണ്ട്. എന്തൊക്കെ പറയാ
മാത്സ് ഇവിടെ അറിയാം. എല്ലാവരും ഉപയോഗിക്കും. 2 പേരിലും ഓരോ സെക്ഷൻ ഓരോ ഇല്ല. നിന്റെ ഫുള്ള് ഫംഗ്ഷനാണ് അതാണോ ബ്രെയിൻ ഇല്ല അകത്ത് ഫുള്ള് ചെയ്താ സോണാസ് വലിയ ആൻസർ ഇട്ടോളൂ കേട്ടോ. ഓ മൈ നോ കൊണ്ട് പറഞ്ഞേ ഈ ബുക്ക് കൊടുത്താൽ 778 അതായത് 5 കാർഡ് എടുക്കണം. അതിൽ ഒരെണ്ണം എസ് ആണ് ചാൻസ് ആയി വെച്ചത്. ഒരെണ്ണം എസ്, അറ്റ്ലീസ്റ്റ് ഒരെണ്ണം എസ്, ബാക്കിയുള്ളത് എന്തോ ആവാം. മനസ്സിലായ? Given that 5 card combinations should have exactly 1 ace card and 4 non-ace card. 48 C4. 48 C4 into 4 C1 ആണ്. 4 C3 ആണ് 4. ഇത് ആൻസർ കിട്ടിയോ? ഇവിടെ നിങ്ങൾക്ക് എക്സാം മറ്റേ ചാപ്റ്ററാണ്. ഇന്ത്യൻ ഇൻഇക്വാലിറ്റി, ഇന്ത്യൻ ഇൻഇക്വാലിറ്റി കോൺഗ്രസ്. നല്ല വലിയ വേണമെങ്കിൽ ചാപ്റ്റർ ഫുള്ള് നോക്കിയിട്ട് മനസ്സിലാവും. 7 ഇപ്പൊ ആൻസർ കിട്ടുമ്പോൾ ശരിയാണ്. ആൻസർ കിട്ടിയില്ലെങ്കിൽ ഇവിടെ പോണം. ഇവിടെ വെച്ചാൽ ഈ ക്ലാസ് ക്ലാസ്സിന് മോട്ടെ ചെയ്യാൻ ആൻസർ അങ്ങനെ ഉപയോഗിക്കണം എന്തെങ്കിലും ചെയ്യണം. എന്റെ ബുദ്ധിമാനെ കിട്ടിയില്ലേ? അവൻ ഇത്ര ലെഫ്റ്റ് റൈറ്റും കൂടെ ഉപയോഗിക്കടാ രണ്ടെണ്ണം ഉപയോഗിക്കണം എന്താ ചെയ്ത് കഴിഞ്ഞാ അവസാനത്തെ 47 48 ഫാക്ടോറിയൽ കിട്ടി അപ്പോഴത്തേക്ക് ഡിനോമിനേറ്റർ ക്യാൻസൽ ചെയ്തെന്താ ക്യാൻസലും സീറോ കിട്ടിയാടാ വേഗം ചെയ്തു കാൽക്കുലേറ്റർ ഉണ്ടോ ജ്യോതിഷൻ അയ്യോ ജ്യോതിഷൻ കാൽക്കുലേറ്റർ കിട്ടിയാടാ നിനക്ക് കിട്ടിയാടാ ആര് നാഷണൽ ലെവലിൽ വല്ലോ
കണ്ടെത്തി കളിക്കും കാശ്മീരിൽ പോകാൻ എടാ, ഈ സൺഡേ അടുത്ത സൺഡേ അല്ലേ എക്സാം? എന്ത് എക്സാം Exam. എക്സാം സൺഡേ ആണോ ഇവിടത്തെ എക്സാം ദൈവമേ സൺഡേ ഇല്ല സൺഡേ വെക്കണ്ട സൺഡേ എനിക്കറിയില്ല സൺഡേ. സാറ്റർഡേ അല്ലേ സൺഡേ ആണ് മിക്കവാറും പുറത്ത് പോകും ഞാൻ എടുത്തില്ല പുറത്ത് പോയാൽ എനിക്ക് ഏത് ദിവസം ഇല്ല ക്ലാസ് ഇല്ല. എനിക്ക് സാറ്റർഡേ പക്ഷെ സാറ്റർഡേ കെമിസ്ട്രി ഉണ്ട് അറിയില്ല. നിങ്ങൾക്ക് എപ്പോഴാണ് ഈ അത് കഴിഞ്ഞ് എഴുതുന്ന ഇതടാ. ഡാ. ഞങ്ങൾക്ക് സെപ്റ്റംബർ അവസാനം വരും. പേടിച്ചു പോയി. ശരിയെടാ. കാൽക്കുലേറ്ററിലാണോ? ഇതിന്റെ അകത്തെ എണ്ണ കണ്ടുപിടിച്ചിട്ട് ഇതിന്റെ അകത്ത് ഇടണോ അങ്ങനെയല്ലേ ഞാൻ എടുക്കടാ. ആരുടെ എന്റെ ഫോൺ എടുത്തോളൂ. എൻ്റെ ഓൾറെഡി ഒരു ഫോൺ NC9 equal to NC70. എണ്ണെന്ന് പറയുന്നത് 17 അതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്റെ 17 അല്ലേ? രണ്ട് കോമ്പിനേഷനുകൾ ഈക്വൽ ആണെങ്കിൽ ഒന്നില്ലെങ്കിൽ അതിന്റെ 6 ഈക്വൽ ആയിരിക്കണം, അല്ലെങ്കിൽ 2 6 ആഡ് ചെയ്യുമ്പോൾ രണ്ടും ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നോക്കിക്കേ, 6 2 NCR ഈക്വൽ ടു NCR ആണെങ്കിൽ 6 2 ഈക്വൽ ആണല്ലോ. 6 2 ഈക്വൽ ആണ് അവിടെ. അപ്പൊ രണ്ടും ആഡ് ചെയ്യുമ്പോൾ എന്താ കിട്ടുള്ളൂ? N കിട്ടുള്ളൂ. അപ്പൊ 17 അല്ലേ? അപ്പൊ N എന്താ? 70. 70 C70. അപ്പൊ മുമ്പത്തെ ക്വസ്റ്റ്യൻ കഷ്ടപ്പെട്ടുണ്ടായിരുന്നു. മണ്ടയിലെ ആൻസർ ഞാൻ ചോദിച്ചായിരുന്നു. നീ എന്താ ചോദിച്ചു? ഇവ മുമ്പേ നേരിട്ടുണ്ട് വയസ്സായി ഇവൻ പണ്ട് ഇവിടെ പണ്ട് ജനിച്ചപ്പോ തൊട്ടുണ്ടാക്കി ആൻസർ എടാ, ഒന്നില്ലെങ്കിൽ NCR ഈക്വൽ ടു NCR 6 2 ഈക്വൽ ആയിരിക്കണം. 6 2 ഈക്വൽ ആണോ? അല്ലെങ്കിൽ എന്തായിരിക്കണം? ആ 2 6 ആഡ് ചെയ്യുമ്പോൾ N കിട്ടണം. അപ്പൊ ഇവിടെ 9 + 8 ചെയ്യുമ്പോൾ എന്ത് കിട്ടും? N കിട്ടും. എന്താ? N 70. സ്റ്റെപ്പ് 9 + 8 is equal to N. N is equal to 70. And substitute the value of NC 70 എന്താ? 1